ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാർ ടെക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എടുക്കുക, എന്നിട്ട് എല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്യുക, ഇവാപറേറ്റർ കോയിൽ മാത്രമാക്കിയിട്ട് ക്ലീൻ ചെയ്യണം. എന്നിട്ട് കൊണ്ടുപോയി ഗ്യാസ് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഗ്യാസ് അടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ഡാഷ്ബോർഡൊന്നും ഇല്ലാണ്ട് ഗ്യാസ് ചെയ്യാം. ഗ്യാസ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഡാഷ്ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു 4ാമത്തെ പാർട്ട് അവസാനിപ്പിക്കല്ല. അപ്പോൾ നമുക്കും ഇത് തുടങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അത് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം അഴിച്ചെടുക്കാനായിട്ട്. വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഇവാപറേറ്റർ കോയിൽ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തേക്കണ്ട 2 പൈപ്പ് വന്നിട്ടുണ്ട്. 2 പൈപ്പ് ഊരി മാറ്റിയാൽ മതി. പിന്നെ അവിടെ നിന്ന് ഒറ്റ ബോൾട്ട് ഊരി കഴിഞ്ഞാൽ ഊരിപ്പോരും, കാണാൻ പറ്റും. അപ്പോൾ ഇത് ഊരണമെങ്കിൽ ഇതുണ്ട്, ഇതൊക്കെ ഊരി മാറ്റണം നമുക്ക് ആക്സസ് കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതൊക്കെ അഴിച്ച് മാറ്റാം. അതായത് ഹോൺ അഴിച്ച് മാറ്റാം. അപ്പോൾ അതഴിക്കാനൊന്നും വേറില്ല, ഇവിടെ വച്ചിരിക്കുന്ന 2 ഇത് അഴിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് ഊരി മാറ്റാം. നമുക്കിത് ഹോണിങ്ങനെ ഊരി 2 ബോൾട്ട് അഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് വയർ ഊരി കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഊരി മാറ്റേണ്ടത് ഈ ഒരു ഇതാണ്. ഇത് വെറുതെ വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും കേട്ടോ. വലിച്ചൂരിട്ട് ഊരി മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് തേക്കണ്ട, ഇത് രണ്ടുമാണ് അഴിക്കേണ്ടത്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പർജാണ്. പർജെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിലുണ്ടാവുന്ന വേപ്പേഴ്സില്ലേ, വേപ്പർ ഉണ്ടാവും. ആ വേപ്പർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിലേ വന്നിട്ട് ഇത് കൂടി കയറിയിട്ട് ഇതുവഴി പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് ഈ സംഭവം. അപ്പോൾ സ്മെല്ല് വരാതിരിക്കാനായിട്ടുള്ള സംവിധാനം അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ തണുപ്പ് സമയങ്ങളിൽ ഇതിനകത്തു നിന്നുള്ള വേപ്പർ എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. നമ്മുടെ ഇവിടെ അത് ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണിത്. അത്ര വലിയ സംഭവമൊന്നുമല്ല, പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ അഴിക്കുമ്പോൾ നോക്കിക്കോട്ടെ. അതെ, ഗ്യാസ് ഉണ്ട് ഇതിനകത്ത്. ഇതുണ്ടോ, ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ അറിയാതെ നിറച്ച് ഗ്യാസ് ഇരിക്കണത് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ച് കളയാം. രൂപ 1500 എന്തായാലും ക്യാമറാമാൻ്റെ പോകും, അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് അഴിക്കാണ്ട് വേറെ വഴിയില്ലല്ലോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ പൈപ്പ് അഴിക്കാം. നല്ല ടൈറ്റ് ആയിരിക്കും, അപ്പോൾ നോക്കിയും കൊണ്ട് അഴിക്കണം. നമ്മൾ ഒരിക്കലും സ്ലിപ്പ് ആവാണ്ടൊക്കെ നോക്കണം. കറക്റ്റായിട്ട് ഇട്ടിട്ട് ഇത് അഴിച്ചാൽ മതി. ഇപ്പോൾ സംഗതി എന്തായാലും അഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസൊക്കെ കുറച്ച് പൊക്കോളും. ഗ്യാസ് പോയി തുടങ്ങിയിട്ടില്ല, ഗ്യാസ് അങ്ങോട്ട് പോട്ടെ. ഇത് ഓയിലാണ്, ഗ്യാസ് പോട്ടെ. ഗ്യാസ് പോയിട്ട് മൊത്തം അഴിക്കാം. ശബ്ദം കേട്ടാ, ക്യാമറാമാൻ്റെ 1500 രൂപ പോയിക്കൊണ്ടിരിക്കണമെന്ന് കാണുന്നേട്ടാ. അപ്പേ വേറെ രസമുണ്ടായി. ഇത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ക്യാമറാൻ്റെ മുഖം പോലെ തെളിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഗ്യാസ് പോലുള്ളവരോട് ഈ മുഖത്തിൻ്റെ ഇതൊക്കെ തെളിച്ചൊക്കെ പോയി വാടിയിരിക്കണത് ഞാൻ കാണിച്ചു തരാം. താടിക്ക് കൈ കൊടുത്തിട്ടുണ്ട്. 1500 പോണത് സഹിക്കാൻ പറ്റുള്ള എന്നാണ് പറയുന്നത്. എന്തായാലും വേണ്ട, ഇപ്പോൾ പോയി തീരണുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടാ. ഇതേ ഇരിക്കണണ്ട സമാധാനം. ഇത്തിരി ഗ്യാസ് എന്തോരം 1500 സമാധാനം കിട്ടി. എന്തായാലും ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഴിച്ചിട്ടുണ്ട്. നാളെ ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ആണ് ഇപ്പോൾ തന്നെ ആൾറെഡി. ഇനി ഇരിക്കുന്നതിൻ്റെ കൂടി ആയി കഴിഞ്ഞാൽ ഇത് ഇവിടെ കിടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാർട്ട് 3, 4, 5 ഒക്കെ വല്ലപ്പോഴും വരുള്ളൂ കേട്ടോ. ഇനി അതൊക്കെ കഴിയേണ്ടി വരും, ഗ്യാസ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ബാക്കി കൂടി അഴിച്ചു തരാം. ഇവിടെ ചെറിയൊരു ഇത് കൂടി ഉണ്ട്. ഈ ഒരു ചെറിയ പൈപ്പ് ഉണ്ട്, കണ്ടില്ലേ? ആ പൈപ്പ് കൂടി അഴിക്കണം. അപ്പോൾ 17 ഇടണം കേട്ടോ. അപ്പുറത്ത് ഇട്ട് പിടിക്കേണ്ടി വരും. സ്പാനർ നമ്മൾ എടുത്തില്ല, സർക്കാർ ഇട്ട് പിടിക്കാം. ഇത് വലിയ ടൈറ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ, പെട്ടെന്ന് കിട്ടുന്നു എന്തായാലും. അപ്പോൾ നമ്മൾ ഇതും കൂടി അഴിച്ചിട്ട് ഇടിച്ചാൽ മതി. കണ്ടോ, ഇവിടെ ഓറിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇങ്ങനത്തെ ഓറിങ്ങുകളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇതുപോലത്തെ ഓറിങ്ങൊക്കെ പോകുമ്പോഴാണ് ഈ ലീക്ക് വരുന്നത് ഇവിടെ. ഇതൊക്കെ ഇനി മാറാനുള്ളതാണ്, അതൊക്കെ അവർ മാറിക്കോളൂ. നമുക്ക് ഇനി അകത്തുനിന്ന് കൂടെ അയച്ചത് പുറത്തേക്ക് എടുക്കാം. സാധാരണ വണ്ടിയിലെ ഇവിടെ കുറേ റിലേയും കാര്യങ്ങളൊക്കെ കാണും, പേടിക്കൊന്നും വേണ്ട. അത് അവൻ്റെ ഓരോ സെറ്റപ്പുകളാണ്. ഹെഡ്ലൈറ്റിൻ്റെ റിലേ, മറ്റേ റിലേ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വയറൊക്കെ വലിച്ചു വെച്ച് മറ്റേ 8 കാലുവലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത്തിരി ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എളുപ്പമാണ് അഴിക്കാൻ, വലിയ സംഭവമൊന്നുമില്ല എന്തായാലും. നമുക്ക് ഞാൻ ഉള്ളിൽ നിന്ന് അഴിക്കാം. 10ൻ്റെ ഒരു ബോൾട്ട് കൊണ്ട് ഉള്ള അടിയിൽ അത് ഊരിക്കഴിഞ്ഞ് ഞങ്ങൾ പോരും. ഇതിൻ്റെ അടിയിൽ ഊരാ, ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്താൽ മതി. ഇപ്പോൾ ഇത്തിരി പാടായിരിക്കും വരാൻ, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇത് നിൽക്കുന്നതുകൊണ്ടാണ് റബ്ബർ വാഷ് ഉള്ളി എടുക്കുന്നത്. ഇത് ഊരിപ്പോന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതെ, ഇവിടെ റോസ് ഉണ്ടാവും, അത് പിടിച്ചിടണം. അതായത് ഇതിൻ്റെ ഉള്ളിലെ വെള്ളം പുറത്തേക്ക് വേണത്. നമുക്കിനി ഇതൊന്നേ ഡിസ്മാൻഡിൽ ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ട് കഴുകാം, അത്രേ ഉള്ളൂ. കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസ് ചെയ്യണം.
ഓക്കെ ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഇതുണ്ട്, പിന്നെ ഈ ഒരു ക്ലിപ്പ് ഉണ്ട്. ഇത് ഊരാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിർത്തിക്കൊണ്ട് ഇതിനെ രണ്ടാക്കായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് സ്ക്രൂ ഉണ്ട്, ഒരു 4 ഉണ്ട്. അതുകൊണ്ട് അയച്ച് മാറ്റാം. മാറ്റിയതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഈ ക്ലിപ്പുകൾ അങ്ങോട്ട് തള്ളിക്കളഞ്ഞാൽ മതി. എല്ലാം പോകുന്നുണ്ട്. ഇത് നിങ്ങൾ പൊക്കിയെടുത്താൽ മതി. ഇനി ഇവിടെ ഇതാണ് എൻ്റെ സെൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെൻസർ ഇവിടെ നിന്ന് ഇവിടെ പതുക്കെ പിടിച്ചെടുത്താൽ ആയിട്ടാണ്. അങ്ങനെ പതുക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് ഊരിപ്പോരും. ഇത് മാറ്റി വെച്ചിരിക്കുക, ഈ സാധനം പോകാണ്ട്. പിന്നെ ഈ വാപ്പട്ടർ കോയിൽ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കോലം ഇത് കണ്ട. ഇപ്പോൾ ഈ ഇവിടെയൊക്കെ കണ്ട നിറച്ച് പൊടിയാണ്. അപ്പോൾ ഇത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അതെന്തായാലും കഴുകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കഴുകിയെടുത്താലും കിട്ടിയാൽ അത്യാവശ്യം വേണ്ട, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടാമത് ചെയ്യാം. ഇവിടെയൊക്കെ നിറച്ച അഴുക്കും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടാവും, ഉണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കഴിച്ചപ്പോൾ നിറച്ച് വൃത്തിയേടായി കിടക്കായിരുന്നു. അപ്പോൾ ഇതാണ് ഇത്. ഇനി അഴിച്ച് ക്ലീൻ ചെയ്യണം. കഴുകാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സോപ്പ് പൊടിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകി എടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിനെടുത്തിട്ടേ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അപ്പോൾ അത് കുതിർന്നൊക്കെ ഇരിക്കും. എന്നിട്ട് ക്ലീൻ ചെയ്യാം. ഇത് കണ്ട ഇതുപോലെ ഇതിനകത്ത് വെള്ളം കയറാണ്ട് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഇറക്കി വെച്ചിട്ട് ഓക്കെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം നിറച്ചൊക്കെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഈ സംഭവം കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രഷിനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴുകി ഇത് നല്ല വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഈ സോപ്പ് വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഈ അഴുക്കൊക്കെ ഇളകും ശരിക്കും. അപ്പോൾ നമ്മളൊന്ന് മുക്കിയിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുക്കിയിട്ടിട്ട് അടുത്ത പാർട്ടിൽ നമുക്കിത് ക്ലീൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊണ്ടുപോയി ഗ്യാസ് അടിച്ച് കൊണ്ടുവരാം. ഗ്യാസ് അടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ രണ്ടാമത് കയറ്റി ഫിറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതൊന്ന് മുക്കിയിട്ടിട്ട് നമുക്ക് പോവാം. കുറച്ച് നേരം കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ശരിക്കും നന്നായിട്ട് കുതിരും. അപ്പോൾ ഇതിനകത്തുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് ഇളകണം. ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനേ നടക്കുകയുള്ളൂ. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കയറ്റി വെക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നിറച്ചിട്ടിട്ടേ എന്തെങ്കിലും വെച്ച് കെട്ടി വെച്ചേക്കാം, അല്ലെങ്കിൽ വല്ല സാധനമൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചേരിക്കും, നമ്മളറിയില്ല. ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ എടുത്തിട്ടേ ഒന്ന് കുത്തിക്കയറ്റി വെച്ചിരുന്നാൽ മതി ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ നമ്മൾ സംഭവം ഒക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാണ്. വെച്ചിട്ട് ഈ സമയമായിട്ടും ഈ സംഭവം ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടൈമിൻ്റെ വ്യത്യാസം. ഇത് കണ്ട ഇതിനകത്ത് ഈ അഴുക്ക് ഇളകിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഇളകിയിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നാളെ ഇനിയിപ്പോൾ എന്തായാലും ഇതിനകത്ത് ഗ്യാസ് അടിക്കാനായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ഇതിനെ ശരിക്കും വാഷ് ചെയ്തിട്ട് ഗ്യാസ് അടിക്കണം കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ലാണ്ട് വണ്ടി കൊണ്ടുപോയി ഗ്യാസൊക്കെ അടിച്ച് ഡാഷ്ബോർഡൊക്കെ സെറ്റ് ചെയ്യണ വീഡിയോ അവസാനം വെക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത് ഇത്രേ ഉള്ളൂ. നമുക്കിതിപ്പോൾ കണ്ടില്ലേ എല്ലാവരും ഇതുപോലെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.